സദസ്സിലും വേദിയിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ബാങ്കിങ്ങിൻ്റെ ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇവിടെ ഒരാൾ സംസാരിച്ചതിൽ ആളുകളോട് ആക്ച്വലി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പേരൊന്ന് ആഷിഫ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന അപ്ലിക്കേഷൻ നമ്മളധികവും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് അധികവും കിട്ടുന്നത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്ലിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആസിഫോട് കുറച്ച് കറക്റ്റായിട്ടാണുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്ന്, ആദ്യം തന്നെ ഒരു ഏറ്റവും മുകളിലേക്കുള്ളൊരു എമൗണ്ട് നോക്കാണ്ട്. കാരണം പലപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിതെല്ലാം കിട്ടിയിട്ട് EMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 25,000 30,000 ആണ് വരുന്നത്. അപ്പോൾ അത്രയും പലർക്കും അഫോർഡബിൾ അല്ല ആക്ച്വലി ആ ഒരു EMI, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ഒരു 3-4 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള തിരിച്ചടവ് എത്രയാണെന്ന് നോക്കി അതിന് തക്ക ഒരു ലോണായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ലോണിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്, ലോണായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു EMI എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം ഒരു ബോധം ഉണ്ടാക്കുക. അതായത് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട്, കാരണം ഓരോ സ്കീമിനും ഓരോ പീരീഡും ഓരോ എമൗണ്ടും ആയിരിക്കും മാസത്തവണ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുക. രണ്ടാമത്, നമ്മളെ സിബിൽ, ക്രിഫ് അങ്ങനത്തെ കുറച്ച് സ്കോറുകൾ ഒന്ന് കൺഫേം ചെയ്യുക. മൂന്നാമത്, ഏറ്റവും വേണ്ടത് നമ്മുടെ മാർക്കറ്റ് സ്റ്റഡി നമ്മളായിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചെയ്യുക. ഈ പറഞ്ഞ ഒരു വളരെ കോമൺ ആയിട്ടുള്ളത് ഒന്ന് മാറ്റി പിടിച്ച്, അതിന് വളരെ അടുത്തടുത്ത് വരുന്ന ഒരുപാട്, ഈ ചപ്പാത്തി കമ്പനീൻ്റെ എല്ലാം പറഞ്ഞ പോലെ, അപ്പോൾ ഒരേ സംഭവം തന്നെ ഇങ്ങനെ വളരെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറി ഒരു 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 എന്താ പറയുക, ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് അധികം വരാൻ സാധ്യത ഇല്ലാത്ത എന്തെങ്കിലും നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3-4 കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. സിബിൽ, EMI, അതുപോലെ നമ്മുടെ ഒരു സാധ്യതകൾ. നാളെ കോമ്പറ്റീഷൻ എന്തായാലും വരും. നമ്മൾ എന്ത് തുടങ്ങിയാലും അതിനടുത്തായിട്ട് ഈ പറഞ്ഞതുപോലെ എന്തായാലും ആരെങ്കിലും ഒരാൾ അത് നന്നാവുന്നു, പച്ച പിടിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിലേക്ക് തന്നെ ആളുകൾ എത്തും. കഴിയുന്നതും സാധ്യതകൾ അങ്ങനെ വരാൻ സാധ്യത കുറവുള്ള കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബേസിക്കലി നമുക്ക് കുറച്ച് ലൈസൻസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അവശ്യം വേണ്ട കുറച്ച് ലൈസൻസുകൾ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ലഭ്യതകളെ കുറിച്ചിട്ടൊന്ന്, ഇതെല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നമ്മളെ വ്യവസായ വകുപ്പിൽ പോയിട്ട് സംസാരിച്ച് അവർ തന്നെ ഏകദേശം നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്യും, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു തരും. അതിൻ്റെ കൂടെ ഒരു പാരലലി ബാങ്കിലും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അതുമായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ എന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം. എന്നിട്ട് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പോൾ നമുക്ക് ലോണ് കൊടുക്കാൻ ഇപ്പോൾ ഒരു ഈട് വെക്കുന്ന വ്യവസ്ഥയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബാങ്കുകൾക്ക് നമുക്ക് 10 ലക്ഷം രൂപ വരെ ഒരു ലോണ് തരാൻ നമുക്കൊരു ഈട് എടുക്കാൻ പാടില്ല എന്നാണ്. ഒരു വ്യക്തി തരാൻ സമ്മതമാണ് എന്ന് പറഞ്ഞാൽ കൂടി നമുക്കത് എടുക്കാൻ പാടില്ല എന്നാണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി വരും, CGTMSE അല്ലെങ്കിൽ CGFMU എന്നുള്ളൊരു കവറേജാണ് ചെയ്യുന്നത്. അതിന് ഒരു ഫീസ് ഉണ്ടാവും. അതൊരു വാർഷിക ഫീസാണ്. അത് ആക്ച്വലി പാർട്ടി വഹിക്കേണ്ടി വരും. എന്നാൽ കൂടി അതല്ലാതെ നമ്മളൊരു പേഴ്സണൽ ഈഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. ഒരു 10 ലക്ഷം വരെ ഇല്ല. ഇപ്പോൾ 10 ലക്ഷം വരെ നമ്മൾ ഗവൺമെൻറ് ഈഡ് എടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഒരാൾ വ്യക്തി തരാമെന്ന് പറഞ്ഞാൽ കൂടി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച സബ്സിഡി റിലേറ്റഡ്, ഇപ്പോൾ PMFMEയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക, PMEGP അങ്ങനെ KVIC. അപ്പോൾ അവരുടെ ക്ലാസ് തന്നെ ആക്ച്വലി ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. മലപ്പുറം വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, ഇപ്പോൾ അവർ നന്നായിട്ട് തന്നെ അത് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് അവർ തന്നെ നന്നായിട്ട് നോക്കി. എനിക്ക് തോന്നുന്നു അവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫിൽട്രേഷൻ അവർ നടത്തുന്നുണ്ട്. കാരണം ഒരു 100 അപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയാലും എനിക്ക് തോന്നുന്നു അവരൊരു 10 അപ്ലിക്കേഷൻ ഇത് പാസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു 90 എണ്ണം അവിടെ നിന്ന് തന്നെ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് നോക്കുക. കാരണം 90 എണ്ണം അവിടെ നിന്ന് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് അത് പലപ്പോഴും റിജക്റ്റ് ആവുന്നത്. പക്ഷെ എന്നാൽ കൂടി അവർ നന്നായിട്ട് അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിലാണ്. ഇപ്പോൾ ഞാൻ 10 ലക്ഷം വരെ സബ്സിഡി ഈടില്ലാണ്ട് ചെയ്യാമെന്ന് പറഞ്ഞത്, അത് സബ്സിഡി കിട്ടുന്നതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ കഴിയുന്നതും സബ്സിഡി കിട്ടുന്ന സ്കീം നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ എമൗണ്ടിൻ്റെ നല്ലൊരു വീതം ഒരു 30-35% വരെ അതിൽ കവറായിട്ട് പോകും. ചില കേസിൽ സബ്സിഡി ഉണ്ടാവില്ല, എലിജിബിലിറ്റി ഉണ്ടാവില്ല, നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിലും കാര്യങ്ങളിലായിരിക്കും പോവുക. പ്രൊവൈഡഡ് ഇപ്പോൾ നമുക്ക് ഈട് വെക്കാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തടസ്സം വരില്ല. അത് ഗവൺമെൻറ് ഈട് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ അതാണ് ബാങ്ക് ഏതൊരു ലോണ് എന്താവശ്യത്തിന് തന്നാലും തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപടി നേരിടേണ്ടി വരും.
അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഗവൺമെൻറ് സ്പോൺസേർഡ് ലോൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് സ്പോൺസേർഡ് ലോണിൽ ഇനിയിപ്പോൾ തിരിച്ചടവിൻ്റെ മാത്രമല്ല, ഇപ്പോൾ സബ്സിഡി റിലേറ്റഡ് ആണെങ്കിലും ഇപ്പോൾ സ്കീമുകളിൽ സബ്സിഡി കിട്ടുന്നു എന്ന് വെച്ചോളൂ, പലർക്കും വലിയ എമൗണ്ടാണ് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമുക്ക് വരുന്നുണ്ട്. കാരണം 3 ലക്ഷം വരെയൊക്കെ സബ്സിഡി കിട്ടിയ കേസുകളുണ്ട്. അവർ സബ്സിഡി കിട്ടും, അവർക്ക് നമ്മൾ ലോൺ കൊടുക്കുന്നു. ഇവഞ്ച്വലി ഇവർ ഈ സബ്സിഡി ആക്ച്വലി ബാക്ക് എൻഡ് ആയിട്ട് വെക്കുള്ളൂ. നിങ്ങൾക്ക് പല സ്കീമിൽ, ചില വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് സ്കീമിൽ മാത്രമാണ് ആദ്യം തന്നെ സബ്സിഡി കിട്ടുക. അതായത് ഒരു ലോൺ എടുക്കണോ സബ്സിഡി കിട്ടുന്നു, അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വളരെ റെയർ ആയിട്ട് ഏതോ ഒരു 1-2 സ്കീമിൽ മാത്രമേ ആദ്യം തന്നെ കിട്ടും. അധിക കേസിലും ഒരു 3 കൊല്ലം കഴിഞ്ഞാലാണ് സബ്സിഡി ബാങ്കിൽ വന്നിട്ട് കിടക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തിക്ക് കിട്ടുക. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പല കേസിലും ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 1-2 വർഷം റൺ ചെയ്തിട്ട് നഷ്ടത്തിലാവുമ്പോൾ അതൊരു തൽക്കാലത്തേക്ക് നിർത്തുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ സബ്സിഡി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അവർ വന്ന ഒരു പരിശോധന നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവർ സബ്സിഡി പോലും റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ പല കേസിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ആവുന്ന കേസിലെല്ലാം ആ സബ്സിഡി അവർ തിരിച്ചു വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് ഭയങ്കര നഷ്ടമായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സബ്സിഡി മുഴുവൻ തിരിച്ചു വാങ്ങുക എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ആ ലോണ് സെർവ് ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമല്ല, സബ്സിഡി തിരിച്ചു വാങ്ങുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവരുടെ ബിസിനസ് ഒന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവർ ആ ഒരു എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ലാഭം അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സബ്സിഡി ഇവർ റിവേഴ്സ് ചെയ്താൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഈ എമൗണ്ട് ഫുള്ള് നമ്മൾ തന്നെ കണ്ട് അടയ്ക്കേണ്ടി വരും. അത് പ്രൊവൈഡഡ് ഇപ്പോൾ സ്ഥാപനം പൂട്ടി അല്ലെങ്കിൽ ലാഭകരമല്ല എന്നുള്ളത് അവരുടെ ഒരു ഫാക്ടർ അല്ല. അതാണ് ആക്ച്വലി ആള് പറഞ്ഞതാണ്. ഞാൻ അതിൽ ആ ഒരു പോയിന്റ് ഇടുന്നത് ആദ്യം തന്നെ. ഞാനൊരു ബിസിനസ് തുടങ്ങുന്നത് പഞ്ചായത്തിലെ ജനറേഷൻ തന്നിട്ട് ഞാനൊരു സംരംഭം ഉണ്ട് താൻ. പക്ഷേ എൻ്റെ സംരംഭം ഒരു 6 മാസം കഴിയുമ്പോൾ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ആ സംരംഭം പൂട്ടുക, പൈസ മുഴുവൻ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 10 ലക്ഷം വരെ ബാങ്ക് വ്യക്തിപരമായിട്ടുള്ള ഈട് വാങ്ങാൻ പാടില്ല എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ CGTMSE CGFME എന്ന് പറഞ്ഞ സർക്കാർ ഗ്യാരണ്ടി എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ലോണ് 10 ലക്ഷം പേഴ്സണലായിട്ട് ഈട് വെക്കുന്നുണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തി സ്വർണമോ ആധാരമോ ഒന്നും വെക്കുന്നില്ല. പക്ഷേ ബാങ്ക് ഏതൊരു ലോൺ തരുമ്പോൾ ഒരു ഈട് എടുക്കുന്നുണ്ട്. അത് സർക്കാർ ഈടാണ് എടുക്കുന്നത്, വ്യക്തി തരുന്നില്ല, പക്ഷെ സർക്കാർ ഈട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിന് ലോൺ തുകയ്ക്ക് സർക്കാർ ജാമ്യം നിൽക്കുന്നുണ്ട്. അതിനൊരു ഫീസ് വരും. അത് നമ്മൾ പാർട്ടി തന്നെയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ തിരിച്ചടവ് തെറ്റുന്ന സാഹചര്യത്തിൽ അതിൻ്റെത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ലോണുകളിൽ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കുകൾ തുടങ്ങണം എന്നാണ്. തുടങ്ങിയിട്ട് അത് സർക്കാരിന് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബാങ്കിന് നഷ്ടം ഗവൺമെൻറ് നികത്തും. അതായത് ആ ഒരു തുകയ്ക്ക് ഉള്ളൊരു ഗ്യാരണ്ടി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുക ബാങ്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനനുസരിച്ചിട്ട് സർക്കാർ ബാങ്കിന് തരും. അപ്പോൾ നമ്മൾക്ക് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ആ എമൗണ്ട് സർക്കാരിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. പിന്നെ വ്യക്തികളെ സംബന്ധിച്ച് അത് അവിടെ കോടതിയിൽ കേസോ അല്ലെങ്കിൽ റവന്യൂ റിക്കവറിയോ നടക്കുന്നുണ്ടാവും. ആ തുക അത് കൈപ്പറ്റി നേരെ സർക്കാരിന് തിരിച്ചു കൊടുക്കും. അത് ഇവഞ്ച്വലി അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു റവന്യൂ റിക്കവറി സ്യൂട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് പോവുക. അത് ആ പൈസ പിന്നെ ഫണ്ട് ഈടാക്കുമ്പോൾ അത് സർക്കാരിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് അത് വൈപ്പ് ഓഫ് ചെയ്യുന്നത്. ലോണ് ഒഴിവായിട്ട് കിട്ടില്ല, അതെന്തായാലും കിട്ടില്ല. അതിപ്പോൾ ഒരു ബാങ്കിൽ നിന്നും ഒരു രൂപ പോലും ഒഴിവായിട്ട് വരില്ല. അതിങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ഈടില്ലെങ്കിൽ ഗവൺമെന്റ് ഈട് CGTMSE CGFME എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമുകളാണ്. വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പോൾ RR ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് റവന്യൂ അധികാരികൾ അവരതിൻ്റെ ഈട് വെക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈട് വെക്കുമ്പോൾ അങ്ങനെയല്ല, അതിൽ 2 രീതിയിൽ അത് എടുക്കാം. ഈട് വെക്കുമ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈട് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാവകാശം തരാൻ പറ്റും അടവ് തെറ്റിയാലും. പക്ഷെ മറ്റേ കേസിൽ ഞങ്ങൾക്കത് പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു കാലാവധിയുടെ ഉള്ളിൽ തന്നെ നടപടികൾ എടുത്ത് ആ നടപടിക്രമത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റിപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്ക് ബാങ്കുകൾക്ക് ജനറലി സർക്കാർ ഗ്യാരണ്ടി തന്ന ആ ഫണ്ട് ബാങ്കുകൾക്ക് കിട്ടാം. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് ആളുകൾ സർവീസ് ചെയ്യേണ്ടി വരും. ആക്ച്വലി അങ്ങനെയാണ് നമുക്കത് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു സർക്കാർ ഈട് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ നന്നായിട്ട് ആ ഒരു ലോൺ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈട് പറ്റില്ല. CGTMSE എന്നുള്ളത് സർക്കാർ ഗ്യാരണ്ടി ആണല്ലോ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾ ചോദിച്ചതാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ ലോൺ എടുക്കണു,
എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ ബിസിനസ് പോയില്ല, അപ്പോൾ നാളെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അതല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, അതായത് പലപ്പോഴും വലിയൊരു എമൗണ്ട് ആദ്യം തന്നെ എടുക്കുമ്പോൾ EMI പല കേസിലും നമുക്ക് കിട്ടുന്ന റിക്വസ്റ്റ് 25,000 30,000 ഒക്കെയാണ്. പക്ഷെ അത് പൊതുവേ ഒരു ഇനീഷ്യലി കുറച്ച് കാലത്തേക്കെങ്കിലും അത് അത്ര ഒരു പ്രാക്ടിക്കലി അത് അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് അടവിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ സർക്കാർ ഈട് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ആ ലോൺ തുക, ബാങ്ക് തരുന്ന ലോൺ തുക സർക്കാർ ഗ്യാരണ്ടിയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്, അതായത് 3 മാസത്തിനുള്ളിൽ നടപടികൾ സ്വീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് സർക്കാരിന് കൊടുത്തിട്ട് ഈ എമൗണ്ട് ബാങ്ക് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഇത് സർക്കാരിൻ്റെ അടുത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾക്ക് സാവകാശം തരുന്നില്ല എന്നുള്ളൊരു കേസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ അത് ഡിപ്പെൻസ് ആണ്. നേരിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, CGTMS വരുമ്പോൾ നേരിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. നേരിട്ടിട്ട് ബുദ്ധിമുട്ട് വരും. ഒരു അടവ് തെറ്റുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ റവന്യൂ റിക്കവറിയോ സ്യൂട്ടോ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സർക്കാരിൻ്റെ അടുത്തുനിന്ന് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിറ്റ് എൻ്റെ ഒരു ആധാരം വെച്ചിട്ടാണ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ മേ ബി പുറത്തൊരാൾക്ക് ഞങ്ങൾക്ക് CGTMS എന്ന് പറഞ്ഞാൽ സർക്കാർ ഈടാണ്, അവർക്ക് വരുമല്ലോ. കാരണം അവരൊക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് അവർ ആ പൈസ ബാങ്കിന് സർക്കാരിന് RRO സ്യൂട്ടോ, അത് അധിക കേസിലും പറയുന്നത് സ്യൂട്ടും രണ്ടും കൂടെ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു സ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്യൂട്ടിൻ്റെ OS ഡീറ്റെയിൽസ് ഫുള്ള് ഏത് കോടതിയിൽ എന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് കൊടുത്താലേ ആ ഫണ്ട് ബാങ്കിന് കിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അപ്പോൾ അതിന് ശേഷം റിക്കവറി വന്നേക്കാം. അങ്ങനെ ആ റിക്കവറി വരുമ്പോൾ അത് വകം അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കും. അങ്ങനെയാണ് അത് ലെസ് ചെയ്ത് കൊണ്ടുവരാം. ലോൺ എടുത്താൽ തിരിച്ചടക്കണം, ആ ബോധ്യം നമുക്ക് വേണം, അത്രേ ഉള്ളൂ. അല്ല ബേസിക്കലി അല്ല അങ്ങനെ ഇല്ല 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 അല്ല അതിന് അല്ല ഈ ഈടില്ലാത്ത വായ്പ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള ഈട് വെക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലല്ല അങ്ങനെ വരില്ല. പാർട്ടി തന്നെ ആ പൈസ എന്ത് സാഹചര്യത്തിലാണെങ്കിലും അത് തിരികെ അടച്ചെന്നെ പറ്റുള്ളൂ. അതിന് ഇൻട്രസ്റ്റും കൂട്ടുപലിശയും വരും, പലിശ എല്ലാം വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസും വരും.